ബോബി ചെമ്മണ്ണൂർ ഹണി റോസ് വിഷയം ആരാണ് തെറ്റുകാർ? ഹണി റോസിനെതിരായ ബോബി നടത്തിയ പരാമർശം ഒന്നാമത്തെ തെറ്റു തന്നെയാണ്. ബോബി ചെമ്മണ്ണൂരിനെ പോലെ വ്യവസായ രംഗത്തും ജീവകാരുണ്യ രംഗത്തും നിറഞ്ഞു നിൽക്കുന്ന, പ്രായം കൊണ്ട് പക്വമതിയാവേണ്ട ഒരു വ്യക്തിയിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്ത പരാമർശങ്ങളാണ് ഉണ്ടായത് എന്നതാണ് പരമാർത്ഥം. ഇക്കാര്യത്തിൽ നിയമം അതിൻ്റെ വഴിക്ക് പോകട്ടെ. ഹണി റോസ് സമൂഹത്തിൽ ഉൽപ്പാദിപ്പിച്ച ബോധമണ്ഡലം എന്താണെന്ന് കൂടി പരിശോധിക്കപ്പെടണം. മലയാള സിനിമയിൽ മികച്ച ഒട്ടനവധി നടിമാരുണ്ട്. അവരെയെല്ലാം കേരളീയ സമൂഹം ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ നടിമാരിൽ നിന്നെല്ലാം വ്യത്യസ്തമായ വേഷരീതികളാണ് ഹണി റോസ് പിൻപറ്റുന്നതെന്നത് ഓരോ മലയാളിക്കും അറിയാം. എന്ത് വസ്ത്രം ധരിക്കണമെന്നത് ഒരു വ്യക്തിയുടെ മൗലികാവകാശമാണെങ്കിലും ഒരു വ്യക്തിയുടെ വസ്ത്രധാരണം സമൂഹത്തിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റും പരിശോധിക്കപ്പെടേണ്ടതാണ്. പ്രശസ്തരായ മലയാള നടിമാർ യാതൊരു ആക്ഷേപവുമില്ലാത്ത കുലീനമായ വസ്ത്രം ധരിച്ച് പൊതുപരിപാടികൾ പങ്കെടുക്കുന്നത് നാമെല്ലാം കാണുന്നതാണ്. ബോബിയുടെ കണ്ണൂർ ഷോറൂം ഉദ്ഘാടനത്തിന് ഹണി റോസ് പങ്കെടുക്കുകയും അവിടെ ബോബിയോടൊപ്പം നൃത്തച്ചുവടുകൾ വെക്കുന്നതും ദൃശ്യമാധ്യമങ്ങളിലടക്കം വന്നതാണ്. ബോബി ആയാലും ഹണി റോസ് ആയാലും സമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കുന്ന വസ്ത്രധാരണമോ പദപ്രയോഗമോ നടത്താൻ പാടില്ല. കേരളം പ്രബുദ്ധമായ സംസ്കാരമുള്ള ഒരു നാടാണ്. നമ്മുടെ തനിമ, നന്മ നിലനിർത്തുന്ന പ്രവർത്തനങ്ങളാണ് എല്ലാവരിൽ നിന്നും ഉണ്ടാവേണ്ടത്. ബോബി ചെമ്മണ്ണൂർ ഹണി റോസ് വിഷയം ഉയർത്തുന്ന മൗലികമായ ചോദ്യത്തിന് ശരിയായ ഉത്തരം ഇത്തരം വ്യവഹാരങ്ങൾക്കിടയാക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യക്തികൾ വിട്ടുനിൽക്കണമെന്ന് തന്നെയാണ്.